രാവിലെ ചെല്ലുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫാമിലെ എൻ്റെ പണി എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. ഡെയിലി രാവിലെ ഞാൻ ചെല്ലും, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫാമിലെ എല്ലാ പണിയും ചെയ്യും. എനിക്കവിടെ സ്റ്റാഫുകൾ ഏകദേശം 8ഓളം സ്റ്റാഫുകളുണ്ട്. അപ്പം ഇവിടെ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ പേപ്പറുണ്ട്, ഇവരുടെ കയ്യിൽ ഞാൻ ഒരു പേപ്പർ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇവർ കാണാത്തൊരു ചെക്ക് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അതെൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റുകളൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം ക്ലിയറാണ്. അതിന് 2 റീസൺ എന്താ വെച്ചാൽ, ഈ ഫാം സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എൻ്റെ 24 മണിക്കൂറത്തെ ഫാമിൽ പണിയില്ല. മറ്റേതൊക്കെ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് ഫാമിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി 8 മണി 9 മണി വരെയൊക്കെ ആയിരുന്നു ഞാൻ എൻ്റെ പണികൾ കഴിയണമെന്നുണ്ടെങ്കിൽ. ആ സമയം 15 മിനിറ്റ് കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ എനിക്ക് സമയം കിട്ടി. ആ സമയം ഒക്കെ എനിക്ക് അറിയാവുന്നൊരു പണിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ അത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഓഫ്ലൈൻ ഒരു കോഴ്സ് നടത്തുന്നു. അത് നിർത്തിയപ്പോൾ ഇപ്പോൾ പ്യുവറായിട്ട് ഓൺലൈനിലോട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഹായ് പ്രകാശ്, നമ്മുടെ ഈ ഒരു ഹോൾ ഓഫ് ഫ്രെയിം ഇന്റർവ്യൂയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് കേൾക്കുന്ന ഈ ഡിസ്കഷൻസ് കേൾക്കുന്ന ഒരാളെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യാനായിട്ട് കഴിയാന്നുള്ളതാണ്. ശരിക്കും പ്രകാശ് ഈ കാൽസോളിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെയായിരുന്നു സിറ്റുവേഷൻസ്, ഇതിനകത്ത് വന്നതിന് ശേഷമുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്, ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഈ കാൽസോളിൽ വരുന്നതിന് മുമ്പ് കാൽസോൾ എന്ന് ശരിക്കും വന്ന ഡിജിറ്റൽ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലോട്ട് വന്നത്. പക്ഷെ ഞാൻ ഇതിൽ കൂടുതലും എത്തിത്തീർന്നതിന് ശേഷം എൻ്റെ എക്സിസ്റ്റിംഗ് ബിസിനസ് എങ്ങനെ ഫോളോ ചെയ്യണം, എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം, ഫ്യൂച്ചറിൽ എന്താവണം ഒരു ഇതെനിക്ക് വന്നു. അപ്പോൾ ആ രീതിയിലാണ് ഞാനത് കൊണ്ടുപോയത്. അപ്പോൾ അതിലെന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് സാർ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് പറയാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ വരുമ്പോൾ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാർ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ എനിക്കാണ് ഈ ഡിജിറ്റൽ ലീഡർഷിപ്പിലോട്ടോ അങ്ങനെ വരാനുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും ഈ പ്രോഗ്രാം എങ്ങനെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണം എനിക്കിതൊരു കാര്യമായിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഓക്കെ, നമുക്കൊരു വാട്ടി പോലത്തെ സെറ്റപ്പ് ചെയ്യാം, അല്ലെങ്കിൽ സാപ്പിയറും കണക്ട് ചെയ്തിട്ട് ഫോളോ അപ്സ്, ഇതൊക്കെയാണ് സിസ്റ്റം എന്ന് കരുതി. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഇത് എല്ലാ ബിസിനസ്സിലും സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, സിസ്റ്റം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഡീസൽ എഞ്ചിൻ വാങ്ങുന്നത് പോലെ എന്നാണ് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത്. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഒരു ബിസിനസ്സിൽ ഒരു മിഷൻ നമ്മൾ വാങ്ങി വെക്കുന്ന മാതിരി എൻ്റെ ബിസിനസ്സിൽ നടക്കാൻ വേണ്ടി ഒരു മിഷൻ ഞാൻ വാങ്ങി വെച്ചു, അല്ലെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചു. ഈ മിഷനിൽ ഞാൻ ഡീസൽ ഒഴിക്കണം, ഞാൻ അതിന് എയർ ഫിൽറ്റർ ക്ലീൻ ആക്കി കൊടുക്കണം, ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയിട്ട് അതിന് ഗ്രീസ് അടിച്ചു കൊടുക്കണം, ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇത് കമ്പൽസറി ആയിട്ട് ഞാൻ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മിഷൻ കേടുവരുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതാണ് ഞാനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ ബിസിനസ് സാറിന് അറിയാം, ഫാമാണ്, പന്നി ഫാമാണ്. അപ്പോൾ നല്ലൊരു സൊസൈറ്റി, നല്ലൊരു പേരുള്ള ബിസിനസ് ഒന്നും അല്ല, പക്ഷെ സ്റ്റിൽ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്നതിന്. അപ്പൊ ഇവിടെ നമ്മളിവിടെ ചെല്ലുമ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫാമിലെ എൻ്റെ പണി എനിക്കിപ്പോൾ കഴിയുന്നുണ്ട്. ഡെയിലി രാവിലെ ഞാൻ ചെല്ലും, ഒരു 10-15 മിനിറ്റ് കൊണ്ട് എൻ്റെ ഫാമിലെ എല്ലാ പണിയും ചെയ്യും. എനിക്കവിടെ സ്റ്റാഫുകൾ ഏകദേശം 8ഓളം സ്റ്റാഫുകളുണ്ട്. അപ്പൊ ഇവിടെ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ പറയുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, എൻ്റെ കയ്യിൽ പേപ്പറുണ്ട്, ഇവരുടെ കയ്യിൽ ഞാൻ ഒരു പേപ്പർ ചെക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇവർ കാണാത്തൊരു ചെക്ക് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട്, അതെൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെക്ക് ലിസ്റ്റുകളൊക്കെ കഴിഞ്ഞോ അല്ലെങ്കിൽ ഇതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഈ ചെക്ക് ലിസ്റ്റ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കാര്യം ക്ലിയറാണ്. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാ ഫാമിനും ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 500ഓളം വരുന്ന പന്നികളുടെ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടി. അപ്പോൾ ഏതൊക്കെ പന്നികളാണ് വലുത്, ഏതൊക്കെയാണോ ഇത്, എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ പോരുന്ന നേരത്തെ ഈ സ്റ്റാഫിനെ ഞാൻ കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കും, അപ്പൊ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പൊ ആ ചെക്ക് ലിസ്റ്റ് കൊണ്ട് കണ്ട എൻ്റെ സിസ്റ്റം പെർഫെക്റ്റ് ആയി. അന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ വേറെ തിരിച്ചിറങ്ങി പോരാണ് ചെയ്യാറ്. അപ്പോൾ ഇതിന് എന്താ വെച്ചാൽ ഇവർ ഡെയിലി ചെയ്യേണ്ട കേസുകൾ അല്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ തന്നെ ആഴ്ചയിൽ ചെയ്യേണ്ട വർക്കുകളൊക്കെ ഉണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ ഡെയിലി ക്ലീൻ ആക്കാൻ ഉണ്ടാവില്ല. അപ്പൊ അത് ആഴ്ചയിൽ ഒരിക്കലേ ചെയ്യേണ്ടി വരും. അപ്പൊ ആ സമയത്തൊക്കെ ആഴ്ചയിലുള്ള ചെക്ക് ലിസ്റ്റ് നമ്മൾ നോക്കുക. അത് സൺഡേ പോകുമ്പോൾ, അല്ലെങ്കിൽ മോസ്റ്റ്ലി മൺഡേ ആണ് ഞാൻ മോസ്റ്റ്ലി കൊടുക്കാറ്, അല്ലെങ്കിൽ പിന്നെ സാറ്റർഡേ. കൂടുതൽ ടഫുള്ളൊക്കെയാണെങ്കിൽ സാറ്റർഡേ കൊടുക്കും. അപ്പൊ നമുക്ക് കുറച്ച് കൂടുതൽ സമയം നിൽക്കാൻ പറ്റും. അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ സിസ്റ്റം കറക്റ്റ് ആയിട്ട് റൗണ്ട് ആവും. പിന്നെ 1-ാം തീയതി നമ്മൾ ഇതിന്റെ മൊത്തം മെഷർമെന്റ് ഏകദേശമുള്ള ഒരു ഐഡിയകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. ഏകദേശം സ്റ്റോക്ക് എത്രയുണ്ട്,
പിന്നെ സെയിൽ എത്ര നടന്നു എന്നുള്ളത് പക്ക ഞാൻ ക്ലിയർ ആക്കും. അത് സാറ് പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ ഒരു രൂപ ബിസിനസ്സിൽ വരുമ്പോൾ അത് എങ്ങോട്ട് പോകുന്നുള്ള കറക്റ്റ് അറിയണം എന്നുള്ളത്. അത് ഞാൻ സാറിന്റെ ഞാൻ അറിയാതെ മോഷ്ടിച്ചെടുത്താണ് സാർ പറയുന്നത്. അത് നന്നായി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ മാസം ഇവർക്ക് സാലറി കൊടുക്കുന്നതിന്റെ മുമ്പേ ഇവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നിർത്തും. അതാണ് എന്റെ എക്സിസ്റ്റിംഗ് ബിസിനസ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച സിസ്റ്റം. ഇതിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓയിൽ കൊടുക്കും, ഗ്രീസ് അടിച്ചു കൊടുക്കും, എയർ ചെക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ. ഇനി കാൽസോളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വെബിനാറിലൂടെയാണോ? എങ്ങനെയാ വന്നതിന് ശേഷം വീഡിയോ കോൺഫറൻസിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? കാൽസോളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 2-2.5 വർഷം മുമ്പാണ് ഡിജിറ്റൽ മാർക്കറ്റ് പഠിക്കുക. എനിക്ക് പന്നി ഫാം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ഇറച്ചി കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാനാണ് ഞാൻ വന്നത്. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വന്ന സമയത്ത് സാറിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അപ്പൊ ഒരു രാത്രി ഇരുന്നിട്ടാണ് ഞാൻ അത് കാണുന്നത്. ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ടിരിക്കണം. അപ്പൊ ആ സമയത്ത് ഉണ്ടായിരുന്നു. പിന്നെ നേരെ സാറിന്റെ യൂട്യൂബിൽ നിന്ന് തന്നെ നമ്മൾ സാറിന്റെ പേജിലോട്ട് പോയി, വെബ് പേജിലോട്ട് പോയി. എന്നിട്ട് ഞാനവിടെ നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ. പിന്നെ ഈ 1 മണിക്കൂറത്തെ യൂട്യൂബിലെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം കാര്യങ്ങളുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. എനിക്കറിയാത്ത ഒരുപാട്, ഞാനൊരു ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. എന്നിരുന്നാൽ പോലും എനിക്കത് മനസ്സിലായി, ഇതിൽ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരെ വെബിനാറിലോട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ നേരെ ഓഫ്ലൈൻ ആയിട്ടുള്ള സിൽവർ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ ഡയറക്റ്റ് വരികയാണ് ഞാൻ ചെയ്തത്. പിന്നെ 2-3 മാസം ഞാൻ അത്യാവശ്യം ഫോളോ ചെയ്തു. പിന്നെ നിർഭാഗ്യവശാൽ ഞാൻ ഈ ഇറച്ചിയുടെ ബിസിനസ് ഞാൻ നിർത്തിവെച്ചു. ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചു. ബിസിനസ് നഷ്ടമായിട്ടോ പിന്നെ മാർക്കറ്റിംഗ് എനിക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ ഏകദേശം ഒരു 20 രൂപ കോസ്റ്റിലാണ് ഞാനൊരു പുതിയ കസ്റ്റമറെ കണ്ടെത്തി 2 കിലോ ഇറച്ചി സെയിൽ ചെയ്തത്. അതായത് ഏകദേശം ഒരു 200 രൂപ നമുക്ക് കിട്ടുന്ന സമയത്താണ്, ഒരു ആവറേജ് 200 രൂപ കിട്ടുന്ന സമയത്ത് നമുക്ക് 20 രൂപയാണല്ലോ ഫേസ്ബുക്കിൽ വന്നിരുന്നു കോസ്റ്റ്. അപ്പോൾ ഞാൻ മലപ്പുറം ജില്ലയിലായതുകൊണ്ടും പന്നി ഇറച്ചിക്ക് അധികം സെയിൽ കുറവുള്ള സ്ഥലമായതുകൊണ്ട് എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പിന്നെ എല്ലാവരും പറഞ്ഞു, ഓക്കെ, ഫാമിലിയൊക്കെ എന്നെ നിർബന്ധിച്ചു, നമുക്കൊരു ഇറച്ചിയുടെ പരിപാടി വേണ്ട, അതൊരു സുഖമുള്ള പരിപാടി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാനസികമായിട്ട് നമ്മൾ അത് നിർത്തിവെച്ചതാണ്. അപ്പോൾ പിന്നെയാണ് ഞാൻ ഫുള്ളായി ഫാമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് 100% ഫാമിലാണ് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് കാൽസോൾ വന്നതിന് ശേഷം നമ്മുടെ ലൈവ് ഇംപ്ലിമെന്റേഷൻ ഫ്രീഡം സെൻസിലൊക്കെ വന്നിട്ട് മൈക്രോ നിഷ് ഐഡന്റിഫൈ ചെയ്ത് ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഓക്കെ. ഞാനൊരു 10 വർഷം ബാംഗ്ലൂർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. എന്നിട്ട് കോവിഡ് സമയത്താണ് ഞാൻ പന്നി ഫാം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 2 വർഷം റൺ ചെയ്ത സമയത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്നുള്ള ജോലി ഏകദേശം 18 ലക്ഷം രൂപയാണ് എനിക്ക് സാലറി ഉണ്ടായിരുന്നു ഒരു മന്ത്, ഒരു ഇയർലി. CTC ഉണ്ടായിരുന്നു, HCL ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് ഫുൾ ടൈം പന്നി ഫാമിനോട് കൂടെ നിന്നു. എന്നിട്ട് പിന്നെയാണ് ഈ ഇറച്ചി കച്ചവടം കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ വേണ്ടി കാൽസോളിൽ എത്തുന്നത്. എന്നിട്ട് ഈ ഇറച്ചിയുടെ ബിസിനസ് നിർത്തും. എന്നിട്ട് ഞാനിപ്പോൾ ടെക്നിക്കലായിട്ട് കുട്ടികളെ വെബ് ഡെവലപ്മെന്റ് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഓൺലൈനായിട്ട് അത് പഠിപ്പിക്കാനുള്ള ഫുള്ള് കാര്യങ്ങൾ റെഡിയാക്കാൻ ഈ തുടങ്ങിയത്. ഞാനിപ്പോൾ ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ 2ാം വട്ടം വന്നത്. അതിന് 2 റീസൺ എന്താ വെച്ചാൽ, ഈ ഫാം സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എന്റെ 24 മണിക്കൂറത്തെ ഫാമിൽ പണിയില്ല. മറ്റേതൊക്കെ നമ്മൾ രാവിലെ ഒരു 6 മണിക്ക് ഫാമിൽ എത്തിക്കഴിഞ്ഞാൽ രാത്രി 8 മണി 9 മണി വരെയൊക്കെ ആയിരുന്നു ഞാൻ എന്റെ പണികൾ കഴിയണമെന്നുണ്ടെങ്കിൽ. ആ സമയം 15 മിനിറ്റ് കൊണ്ട് എനിക്ക് കുറയ്ക്കാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് സമയം കിട്ടി. ആ സമയം ഒക്കെ എനിക്ക് അറിയാവുന്ന ഒരു പണിയാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പൊ അത് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ ഓഫ്ലൈൻ ഒരു കോഴ്സ് കാലം നടത്തിയിരുന്നു. അത് ഇപ്പോ പ്യുവർ ആയിട്ട് ഓൺലൈനിലോട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അതെ. അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബിസിനസ്സിൽ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തപ്പോൾ ധാരാളം സമയം കിട്ടി, ഫ്രീഡം കിട്ടി. അതിലൂടെ ഇപ്പോൾ വീട്ടിലിരുന്നുകൊണ്ടാണെങ്കിലും നമുക്ക് ഒത്തിരി കുട്ടികളെ സെർവ് ചെയ്യാനായിട്ട് നമ്മുടെ നോളജ് ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി ആൾക്കാരിലേക്ക് എത്താനായിട്ട് കഴിയുന്നുണ്ട്. കുറച്ചുകൂടെ എന്താ പറയുക, സമാധാനമുണ്ട്, ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നു എന്നുള്ളതാണ് അച്ചീവ്മെന്റ്സ്. ഏകദേശം കാൽസോളിലൊക്കെ വന്നതിന് ശേഷം എന്ത് അച്ചീവ്മെന്റ്സ്, ഏണിങ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും? മൈൻഡ് സെറ്റിൽ ഈ സിസ്റ്റം ഒക്കെ ബിൽഡ് ചെയ്തപ്പോൾ എത്രത്തോളം ഒരു വ്യത്യാസം ടോട്ടൽ ബിസിനസ്സിൽ വന്നിട്ടുണ്ടാവും? അതായത് കാൽസോളിൽ ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ ഏകദേശം എനിക്കൊരു പ്രത്യേകിച്ചൊരു പിന്നെ കണക്കുകളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ബിസിനസ്സാണ് ചെയ്യണമെങ്കിൽ പോലും എൻ്റെ ഫാദറായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു കണക്കുകളോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാൽസോളിലൊക്കെ വന്ന് നമ്മളൊരു ഐഡിയ ഒക്കെ, ഓക്കെ, ഒരു 500 ടാർഗറ്റ് വെച്ചു. 500 നമ്മളെ മൊത്തം എൻ്റെ ഫാമിന്റെ സൈസ് ഞാൻ എടുത്തിട്ട് എനിക്ക് എത്രണ്ണം വളർത്താൻ പറ്റുന്നു. അപ്പോൾ ഒരു 450 മുതൽ 500 വരെ പന്നി എനിക്ക് അതിൽ ഇടാനുള്ള അപ്രോക്സിമേറ്റ്ലി ഒരു കണക്ക് എനിക്ക് കിട്ടി. അപ്രോക്സിമേറ്റ്ലി നമ്മൾ അളന്നപ്പോൾ അപ്പോൾ ഒരു 500 തന്നെ ടാർഗറ്റ് വെച്ചു. ഒരു 480 വരെ ഞാൻ അതിൽ വളർത്തിയപ്പോഴേക്കന്നെ നല്ല ടൈറ്റായി, എനിക്ക് കൂടുതൽ വളർത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. അതുകൊണ്ട് നമ്മളൊരു 400 മുതൽ 500 വരെ പന്നി ഇപ്പോഴും, 450 മുതൽ 500 വരെ പന്നി ഇപ്പോഴും വളർത്തുന്നുണ്ട്. ഇപ്പൊ ഞാൻ ബ്രീഡിംഗ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞൊരു വർഷമായിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോ സാറിനോട് ഈ സന്തോഷത്തിൽ പറയാം, കഴിഞ്ഞ ആഴ്ച ഞാനൊരു സ്ഥലം വാങ്ങിയതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 4 days മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടാണ്
ഞാൻ പറയുന്നത് എനിക്ക് കൊച്ചിയിലൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് വന്നിട്ട് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ ചെയ്ത് ഏകദേശം 3-3.5 ഏക്കർ സ്ഥലം വാങ്ങി ഏകദേശം 1 കോടി രൂപയുടെ അടുത്ത് അതിന് എക്സ്പെൻസ് വന്നിട്ടുള്ളതാണ്. ഞാനത് ഈ ബിസിനസ് ഈ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. വളരെ സന്തോഷം. അപ്പോൾ അതായത് പല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഒരു അടുക്കും ചിട്ടയിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റി, കുറച്ചുകൂടെ ലാർജ് സ്കെയിലിലേക്ക് പോകാനായിട്ട് പറ്റി, സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ടാവും, ഈ എസിസ്റ്റിംഗ് ബിസിനസ് സ്ട്രഗിൾ ചെയ്യുന്നവർ. അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രകാശ് പറഞ്ഞ പോലെ പല കാര്യത്തിനും കണക്കില്ല, വരവ് ചെലവ് കണക്കില്ല, അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒത്തിരി പേരുണ്ടാവും. അവരോട് എന്ത് മെസ്സേജാണ് പ്രകാശിന് കൊടുക്കാനുള്ളത്? ഇവിടെ ഈ ഒരു കാൽസോ കമ്മ്യൂണിറ്റി വരുമ്പോൾ ഒത്തിരി ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ടാവും, ഒത്തിരി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ. ഇതുപോലുള്ള കമ്മ്യൂണിറ്റിയിൽ വരേണ്ടതിന്റെ ആവശ്യം എന്താണ്? അങ്ങനെയുള്ളവരോട് എന്ത് മെസ്സേജാണ് പ്രകാശ് കൊടുക്കാറുള്ളത്? ഇതിൽ ആദ്യം മെസ്സേജ് കൊടുക്കാനുള്ളത് നമ്മുടെ ബിസിനസ് സ്ട്രക്ചർ കാര്യങ്ങൾ. നമുക്ക് സ്കൂളുകളിൽ നിന്നോ കോളേജിൽ നിന്നോ ആരും ബിസിനസ് പഠിപ്പിക്കുന്നില്ല, ഇത് എങ്ങനെ നടക്കണം എന്ന് പഠിക്കുന്നു. നമ്മൾ പഠിക്കുന്നത് നമ്മളെ പാരമ്പര്യമായിട്ട് കിട്ടുന്ന നമ്മളെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ കുടുംബക്കാരുടെയോ അല്ലെങ്കിൽ നാട്ടിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇത് എത്രമാത്രം ശരിയാണെന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ എന്റെ ഫാദർ ഒന്നും എനിക്ക് തെറ്റായ ഒരു കാര്യം എന്നെ പഠിപ്പിക്കില്ല, പക്ഷെ എന്റെ ഫാദറിന്റെ നോളേജ് അത് പരിമിതമാണ്. അപ്പോൾ ഇതിന് അറിയാവുന്ന ആരെങ്കിലും കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അത്യാവശ്യം അറിയാവുന്ന ആൾക്കാരെ കയ്യിൽ നിന്ന് അത് പഠിക്കുക, അവർ പറയാൻ തയ്യാറാവുന്ന കാര്യം ട്രൂത്ത് ആയിരിക്കണം. നമ്മൾക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും, അതൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോങ് ഡയറക്ഷൻ പോകും. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ബിസിനസ് നോക്കി അത് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകുക, അതിന് ടാർഗറ്റ് വെക്കുക. ഓരോ ബിസിനസ്സും നമ്മൾ ഓരോ ടാർഗറ്റ് വെക്കണം. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ റിവേഴ്സ് എഞ്ചിനീയറിംഗ്, ഞാൻ പണ്ട് തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ നമ്മൾ ഓക്കെ ഇത് ചെയ്യണമെങ്കിൽ ഇതിന് എന്തൊക്കെ വേണം എന്നുള്ള റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നോക്കുക. അതിപ്പോ സാലറി നമ്മൾ ടാർഗറ്റ് എമൗണ്ട് ആണെങ്കിലും, അപ്പൊ എനിക്കൊരു വർഷം 1 കോടിയാണ് ടാർഗറ്റ് എങ്കിൽ അതങ്ങനെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ആണെങ്കിൽ അത് വെച്ച് അതിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ള നമുക്ക് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ചെയ്ത് മാത്രമാണ് നമ്മൾ സക്സസ് ആവുക. ഒരു 80-70% നമ്മൾ സക്സസ് ആവുക. പിന്നെ അക്കൗണ്ട്സ് അത് നന്നായിട്ട് കീപ്പ് ചെയ്യുക. ഞാനിപ്പോ അതിലൊക്കെയാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. യെസ്, ഒരു റൈറ്റ് മെന്ററെ ഐഡന്റിഫൈ ചെയ്യുക, സിസ്റ്റം ബിൽഡ് ചെയ്യുക, കൃത്യമായിട്ട് സംവിധാനങ്ങൾ ബിൽഡ് ചെയ്യുക, നമ്മുടെ ടൈമിന് പ്രയോറിറ്റി കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഏറ്റവും നല്ലൊരു സന്തോഷം എന്ന് പറയുന്നത് വലിയൊരു പ്രോപ്പർട്ടി, ഒരു 1 CR മുകളിലുള്ള പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു. ആ സിസ്റ്റം ബിൽഡ് ചെയ്തതിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹോളോ ഫ്രെയിം നമ്മുടെ ഒരു ആദ്യത്തെ ഹോളോ ഫ്രെയിമാണ്. ഇനിയും അടുത്ത ലെവലിലേക്ക് ഉയരണം. അതോടൊപ്പം തന്നെ നമ്മുടെ ഡിജിറ്റൽ കോച്ചിങ്സ് നന്നായിട്ട് ചെയ്യാനായിട്ട് കഴിയട്ടെ, കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് കഴിയട്ടെ. സോ നമ്മുടെ ഈ ഒരു ഹോളോ ഫ്രെയിംസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. പല ആൾക്കാരും ഇപ്പോഴും നമ്മുടെ കാൽസോളിൽ ഡയമണ്ട് ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ട്. ഓൾറെഡി പ്രകാശ് അത് എക്സ്പീരിയൻസ് ചെയ്താണ്. ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സക്സസ് ആവും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന എനർജി എങ്ങനെയുണ്ട്, അവരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട്, അതും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. കാൽസോളിലെ ടീം എസ്പെഷ്യലി ഗ്രൂപ്പിലുള്ള നമുക്കൊരു പ്രോബ്ലം വരികയാണ്, എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, ഒരു ചെറിയൊരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ സ്റ്റെക്ക് ആവും. ആ സ്റ്റെക്ക് ആവുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി ഒരു വാട്സപ്പിൽ, ഇത് എന്ത് പറ്റി, ഇതെന്താ ഇങ്ങനത്തെ ഒരു വിഷയം എനിക്ക് വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അതിന് റിപ്ലൈ വരും, അത് സോൾവ് ആവും. നമ്മളോട് ബ്ലോക്കായി നിൽക്കില്ല, നമ്മൾ ടേക്ക് കെയർ ചെയ്യും. പിന്നെ കാൽസോളിലാണെങ്കിൽ ഓരോ ആൾക്കാരെ എല്ലാം നമ്മളെ ഏകദേശം അതേ റേഞ്ചാണ്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അറിയാനും പറ്റും. പിന്നെ അവരുടെ എക്സ്പീരിയൻസ്, അവർ 10 പ്രാവശ്യം പൊട്ടത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 11ാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് ഈ പൊട്ടത്തരങ്ങൾ കംപ്ലീറ്റ് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അതാണ് നമ്മളിപ്പോ ഒരു വെബിനാർ നടത്തുമ്പോൾ ഒരു 4-5 തവണ ഫോളോ അപ്സ് ചെയ്യണം എന്നുള്ള എല്ലാവരും പറയുന്നുണ്ട്. ഇത് ചെയ്യാതെ നമ്മൾക്കിപ്പോ വെബിനാർ നടത്തുന്ന അത്ര പണിയില്ല. ഒരു 4-5 തവണ ഫോളോ അപ്സ് ചെയ്യാന് വാട്സപ്പിൽ ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ സിമ്പിൾ കേസാണ് വെബിനാർ നടത്തുന്നത്. പക്ഷെ അതിന്റെ റിസൾട്ട് കൂടുതലാണെന്ന് ഇതില് പ്രാക്ടീസ് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഒരു നോർമൽ ബിസിനസ് ആണ്. ഇപ്പൊ ഞാൻ ഇതിന് പകരം ഞാൻ വേറെ ബിസിനസ്, ഇപ്പൊ എന്റെ ഫാമിന്റെ ബിസിനസ്സിനൊക്കെ ഓക്കെ ഞാൻ ഫാം നടത്തുന്നുണ്ട്, ഇതിന്റെ ഒരു കാര്യം ഞാൻ വേറൊരു ഫാമിനോട് ചോദിച്ചാൽ അവൻ ഞാൻ തിരിച്ചേ പറഞ്ഞു തരാം. അപ്പൊ നമ്മുടെ ടീമിൽ നിന്ന് നമുക്ക് വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ടാണ്. ഈ ഡയമണ്ട് മെമ്പേഴ്സ് എല്ലാവരും നിൽക്കുന്നത്, എല്ലാവരും അത് ഒരു തലക്ക് നോക്കും. കല്യാൺജി മുതൽ റൈത്താമയ മുതൽ ചിത്രാമയ മുതൽ താഴെ ഇന്നലെ ജോയിൻ ചെയ്ത ആൾ വരെ നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. ഓരോ കാര്യം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചെയ്യുന്നുണ്ട്. മൊത്തം കാൽസോൾ ടീം അത് സാറ് ആ ടീമിനെ അത് അങ്ങനെ വാർത്തെടുത്തുകൊണ്ടാണ് മാക്സിമം വാല്യൂ ടീമിന് കൊടുക്കുക, ഹെൽപ്പ് ഈച്ച് അതർ എന്നുള്ള കൺസെപ്റ്റ് സാറ് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആരും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. വളരെ സന്തോഷം. കോസോ നമ്മുടെ വലിയൊരു ഒരു ഗ്രൂപ്പിലാണ് ഇവിടെ ആയിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പ് ഇനിയും മുന്നോട്ട് പോകും കേരളത്തിൽ. സോ എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇനി മുന്നോട്ട് പോവാം. ഒത്തിരി കാര്യങ്ങൾ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഓഫ്ലൈൻ മീറ്റിംഗ് നേരിട്ട് കാണാം. താങ്ക് യു.